എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ അപ്പാപ്പനാണെങ്കിൽ അങ്ങനെ ടയർഡായി താഴെ വീഴുകയാണ്. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ അപ്പാപ്പനെ റൗണ്ട് ചെയ്ത് നിൽക്കും. പനാമാരു ആണെങ്കിൽ ആളെ ചെക്ക് ചെയ്യും. എത്രയും പെട്ടെന്ന് ഇവൻ ആന്റിഡോട്ട് കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം മരിച്ചു പോവും. സോ മെയ്റ്റ്സിയുടെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആ ഒരു ആന്റിഡോട്ട് അതെന്റെ കയ്യിലുണ്ട്. അത് ഇവന്റെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അപ്പാപ്പന്റെ ബോഡി അത് ഹീലാവുന്നു മനസ്സിലാക്കിയ ഉടൻ തന്നെ ബൊറൂട്ടോയും കൊനാമാരും മാത്രം അവിടെ നിൽക്കും. ബാക്കിയുള്ളവർ വീണ്ടും ഇപ്പൊ പഴയ സ്ഥലത്ത് പോയി ഒളിച്ചു നിൽക്കും. ഉടനെ അപ്പാപ്പൻ പറയും, ഓക്കെ നീ കുരട്സുകി തന്നെയാണെന്ന് പറഞ്ഞ് ആ അപ്പാപ്പൻ അദ്ദേഹം എഴുന്നേറ്റിരിക്കും. ഞാൻ ഈ ഹാസ്രാമ സെൽ ഇത്രയധികം എഫക്റ്റ് ആവുമെന്ന് വിചാരിച്ചേ ഇല്ല. നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഞാനിത് എന്റെ ബോഡിയിൽ എടുത്തത്. ഉടനെ കൊനാമാരും ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ഓണറിന്റെ പേര് ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ അത് പറയാൻ തയ്യാറാവില്ല. നമ്മുടെ ആൾക്കാർ ദേഷ്യം അഭിനയിച്ച് തിരിഞ്ഞു നടക്കും. വേറെ വഴിയില്ലാതെ ഇപ്പൊ അപ്പൂപ്പൻ പേര് പറയും. അവളുടെ പേര് സാക്കുയ എന്നാണ്. പക്ഷേ എന്റെ ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് അവിടേക്ക് പോകാനായിട്ടാവില്ല. സോ ഞാൻ പറയുന്നത് കേട്ട് എന്നോടൊപ്പം വരൂ. അപ്പനാണെങ്കിൽ ഇപ്പൊ സൊക്കയെ കുറിച്ച് പൊക്കി അടിച്ച് അവർ രണ്ടുപേരെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി നമ്മൾ മുൻപ് കണ്ട ആ 4 പേര് അവരാണെങ്കിൽ ഇതെല്ലാം കണ്ട് അവരുടെ പിന്നാലെ ഫോളോ ചെയ്യും. അതിനും പുറകിലായി ആരുടെയും കൊനഹമാരുവിന്റെ ഫ്രണ്ടും കട്ട് ചെയ്ത ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ മെയ്റ്റ്സികയുടെ ബ്ലഡ് അതാ ചുന്ദരി ലേഡി ഡോക്ടർ ആ പെൺകുട്ടിയുടെ ബോഡിയിലേക്ക് കടത്തിവിടും. അതിപ്പോ അവളുടെ ബോഡിയിൽ കുറേശ്ശെ വർക്കാവാൻ തുടങ്ങി കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആള് പറഞ്ഞ ആ സുന്ദരിയായിട്ടുള്ള സാക്കുയെ കാണിക്കും. അവളാണെങ്കിൽ 19 വയസ്സ് പ്രായമുള്ള ചുന്ദരിയായ അമ്മൂമ്മയാണ്. ഉടനെ ഒരു ചെറിയ പെൺകുട്ടി അവളുടെ അടുത്തേക്ക് ഒരുപാട് പൂക്കളുമായിട്ട് കടന്നു വരും. സാക്കുവയ്ക്കാണെങ്കിൽ ആ പൂക്കൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. അപ്പോഴായിരിക്കും ഇവിടെ അപ്പൂപ്പൻ ആള് പറയാ അവൾ ഒരുപാട് കാലം നല്ല മോഡലായി സ്റ്റൈലിസ്റ്റ് ആയിട്ടൊക്കെയാണ് ജീവിച്ചത്. പക്ഷെ ഇപ്പൊ അവൾക്ക് വയസ്സായി അവളുടെ മുഖത്തിന്റെ തിളക്കവും ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇരിക്കെയാണ് ഹാസ്രാമയുടെ സെൽ ഉപയോഗിച്ച് അവളുടെ ഭംഗി അത് വീണ്ടും തിരികെ എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അതിനുവേണ്ടിയാണ് ആക്ച്വലി ഞങ്ങൾ നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പൊ ദൂരത്തായിട്ട് സാക്കുറ അവൾ ഈ കാര്യമെല്ലാം കേട്ട് ഇപ്പൊ കൊനാമാരുവിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കും. അതിനാള് പറയും, ഹാസ്രാമ സെൽസ് വെച്ച് ഒരിക്കലും ആർക്കും സുന്ദരിയോ സുന്ദരനോ ആവാൻ കഴിയില്ല. ഇവിടെ സാക്കുയാണെങ്കിൽ ആകെ ടെൻഷനായി ഹാസ്രാമ സെൽസ് അതങ്ങനെ കയ്യിൽ പിടിച്ച് പ്രതീക്ഷയോട് കൂടെ കാത്തിരിക്കുകയാണ്. ഇവിടെ അപ്പൂപ്പനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും കൂട്ടി ആ കാസ്റ്റിലിന്റെ മെയിൻ ഡോറിന് മുൻപിൽ വരും. അവിടെയാണെങ്കിൽ ആ ഡോറിൽ സ്പർശിച്ച് കുറച്ചുപേര് മരിച്ചു കിടക്കുകയാണ്. അപ്പാപ്പൻ പറയും, ഇതിന് ചുറ്റും ഒരു പ്രത്യേകതരം ചിപ്സും ഉണ്ട്. അതിലാരെങ്കിലും ടച്ച് ചെയ്ത ഓൺ ദ സ്പോട്ട് അവർ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ് ആളിപ്പോ ആ ഡോറിൽ കൈവച്ച് എന്തോ ഒരു ചിപ്സു അത് പ്രയോഗിക്കും. ഉടനെ ആ കഥ ഓപ്പണായി അവരകത്തേക്കും പോവും. ഓൾറെഡി നമ്മുടെ ആൾക്കാർ പല പ്ലാനുകളോടും കൂടെയാണ് അകത്തേക്ക് പോവുക. അടുത്തൊരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇപ്പൊ ബൊറൂട്ടോയുടെ കയ്യിൽ 2 ഹാൻഡ് കഫ് വന്ന് വീണ് അവരവിടെ ലോക്ക് ആവുകയാണ്. അപ്പാപ്പൻ പറയും, ഇതിനു മുൻപ് ഒരുപാട് ആവശ്യമില്ലാത്ത ആൾക്കാർ ഇവിടേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഹാസ്രാമ സെല്ല് അതെനിക്ക് നിന്റെ അസിസ്റ്റന്റിന്റെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്ത് ആദ്യം നീ അവനെ ഹീൽ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോ ബൊറൂട്ടോയ്ക്ക് നേരെ ആ ഒരു നീഡിൽ നീട്ടി നിൽക്കും. കൊനാമാരു ആണെങ്കിൽ അതിനോക്കെ പറയും. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഡ്രിങ്ക്സ് വേണം, അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂന്ന് പറയും. അത് കേട്ട് അപ്പാപ്പനും ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് അകത്തേക്ക് പോവാണ്. ഉടനെ കൊനാമാരു ബൊറൂട്ടോട് പറയും, നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയ ചേഞ്ച്. ഈ അപ്പാപ്പന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ബൊറൂട്ടോ നീ പോയി എത്രയും പെട്ടെന്ന് ആ ഹാസ്രാമ സെൽസ് അത് കളക്ട് ചെയ്ത് തിരികെ വരണം. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം പതിയെ അകത്തേക്ക് പോവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മൾ മുൻപ് കണ്ട ആ 4 പേരിൽ 3 പേര് അവരും ഇപ്പൊ അകത്തേക്ക് കടന്നു കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വിക്ടർ ആളിപ്പോ ഒരുപാട് ദേഷ്യത്തില് കോപ്പാന്ന് പറയുന്ന ഒരാളോട് സംസാരിക്കുകയാണ്. അതേസമയം ഇവിടെ ഡോക്ടർ ആണെങ്കിൽ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. അല്പസമയം കഴിയുമ്പോൾ അവൾ പൂർണ്ണമായി നോർമലായി കണ്ണു തുറക്കും. ചുന്ദരി ഡോക്ടർ നടന്ന എല്ലാ കാര്യങ്ങളും അവളോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അങ്ങനെ സൂം ഔട്ട് ചെയ്ത അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കൊനമാരുവിന് കുടിക്കാൻ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് അവരിപ്പോ കാഷ്വലായി പരസ്പരം സംസാരിക്കുകയാണ്. അതേസമയം ബൊറൂട്ടോ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം ഇടിച്ച് താഴെയിട്ട് അവളുടെ അടുത്തേക്ക് വരും. അവളിപ്പോ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ അവിടെ എവിടെയും ഹാസ്രാമ സെല്ല് അത് കാണാനില്ല. ബൊറൂട്ടോ ആണെങ്കിൽ സാക്കുയുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവള് മരിച്ചു കിടക്കുകയാണെന്ന് അവന് മനസ്സിലാവുക. അവൻ മുകളിലേക്ക് നോക്കും. നമ്മൾ മുൻപ് കണ്ട ആ 4 പേര് അവരാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അതിലൊരാളാണെങ്കിൽ ഒരു ലേഡി ഗെറ്റപ്പില് ആ അപ്പാപ്പന്റെ അടുത്തേക്ക് എന്ന് ആളെയും ഇപ്പോ സാക്കുയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവരുടെ കാതിലുള്ള ആ ഇയറിങ്സ് ശ്രദ്ധിക്കും. ബൊറൂട്ടോയ്ക്ക് പിടികിട്ടും
ഇവർ ആ പബ്ബിൽ കണ്ട ലേഡീസാണ്. സോ ഇവരും ട്രാൻസ്ഫർമേഷൻ ചിപ്സ് ഉപയോഗിച്ചാണ് ഇവിടേക്ക് കടന്നു വന്നതെന്ന് ആ അപ്പൂപ്പനോട് കാര്യം പറയാൻ പോയ വില്ലൻ അവനാണെങ്കിൽ ലീഫ് ഷിനോബിയാണ്. ഇപ്പൊ അകത്തേക്ക് കയറി വന്ന് ലേഡി സാക്കുയെ കൊന്നു കളഞ്ഞെന്ന് പറയും. ഉടനെ ആളകത്തേക്ക് വന്ന് ടെൻഷനായി ഒരലാമിൽ പ്രസ് ചെയ്ത് എല്ലാവരോടും ലീഫ് ഷിനോബികള് സാക്കുയെ കൊന്നു എന്ന് വിളിച്ചു പറയും. വില്ലന്മാരാണെങ്കിൽ അപ്പോഴും അടങ്ങി നിൽക്കാതെ അപ്പൂപ്പന്റെ മുഖത്തേക്ക് ഒരുപാട് പോയിസൺ ഗ്യാസ് അടിച്ച് അവിടുന്ന് ഓടുകയാണ്. അനാമാരുമാണെങ്കിൽ അവന്റെ റിയൽ രൂപത്തിലേക്ക് മാറി ഈ പകത്തേക്ക് വരും. അപ്പൊ ബൊറൂട്ടോ പറയും, നമ്മൾ പബ്ബിൽ വെച്ച് കണ്ട ആ 4 പേര് സാക്കുയെയും അപ്പാപ്പനെയും കൊന്നു കളഞ്ഞു. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ മെയിൻ ഡോറ് അത് ലോക്ക് ചെയ്ത് പിടിക്കും. അപ്പൊ അതേസമയം അലാം ശബ്ദം കേട്ട് ആ ഗ്രാമത്തിലുള്ള ജനങ്ങള് അവരെല്ലാവരും ആ കാസ്റ്റിലിനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൊനഹമാര് പറയും, ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അവര് ഹാസ്രാമ സെല്ല് അത് കൊണ്ടുപോയി. നമുക്കിപ്പോ ആവശ്യം ആരുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നതല്ല, ആ ഹാസ്രാമ സെല്ല് അത് എത്രയും പെട്ടെന്ന് തിരികെ പിടിക്കുക എന്നതാണ്. സോ നമുക്ക് പുറത്തേക്ക് പോണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒക്കെ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ കാസ്റ്റലിന്റെ എൻട്രൻസിലേക്ക് ഓടിയെത്തും. അവിടെയാണെങ്കിൽ ഒരുപാട് ജനങ്ങള് അമ്പും കല്ലും ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർക്ക് നേരെ നിൽക്കും. അവന്മാര് ബൊറൂട്ടോടെ കൈ പിടിച്ച് അവരുടെ ഇടയിലേക്ക് എടുത്തു ചാടി ഓടി രക്ഷപ്പെടുകയാണ്. അതിനുശേഷം മൊജീനോവിന്റെ അടുത്തേക്ക് എത്തും. സാറഡ പറയും, ലീഫ് വില്ലേജിലുള്ള ആൾക്കാരാണ് ആക്കോയെ അറ്റാക്ക് ചെയ്തതെന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇനി ഇവിടെ നിന്നാ അത് വലിയ ആപത്താണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ബോഡി മുഴുവൻ എന്തോ ഒരു ബാഡ് സ്മെല്ല് വരും. അവന് മനസ്സിലാവും ആ വില്ലന്മാര് ലാസ്റ്റ് ടൈം അവന്റെ ബോഡിയിൽ എന്തോ സ്പ്രേ ചെയ്തിരുന്നു. ആ ഒരു മണം അത് സെൻസ് ചെയ്ത് ആൾക്കാർ അവനെ ഫോളോ ചെയ്യുമെന്ന് നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും. മൊജീനോ പറയും, ബൊറൂട്ടോ ആയിട്ട് ഞാൻ പോവാം. സാറഡ കൊനഹമാരു നിങ്ങൾ രണ്ടുപേരും ആ സമയം കൊണ്ട് ആ വില്ലന്മാരെ കണ്ടെത്തി ആശ്രാമ സെൽസ് തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവർ 2 ടീമായി പിരിഞ്ഞ് 2 ഭാഗത്തേക്ക് പോവും. കട്ട് ചെയ്ത ആ വില്ലൻ ബ്രദേഴ്സ് അവരാണെങ്കിൽ അടിച്ചു മാറ്റിയ ആ ആശ്രാമ സെൽസ് അതുമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുജീനോ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയോട് ദൂരത്തായിട്ട് ഒരു ഓടവെള്ളം കാണിച്ചു കൊടുക്കും. ബൊറൂട്ടോയുടെ ബോഡിയിലെ ആ ഒരു സ്മെല്ല് മാറാൻ അതിലേക്ക് ചാടാൻ പറയും. അതിന് ബൊറൂട്ടോ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള വൃത്തികെട്ട വെള്ളത്തിലൊന്നും ചാടില്ല എന്ന് പറയും. അടുത്ത സെക്കൻഡ് മൊജീനോ അവനെ പിടിച്ച് അതിലേക്ക് തള്ളിയിടുകയാണ്. ഒരു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബൊറൂട്ടോയുടെ ബോഡിയിലുള്ള ആ ഒരു സ്മെല്ല് മാറി ഇപ്പൊ ഒരു ചീഞ്ഞ സ്മെല്ലാവും. മൊജീനോ ആണെങ്കിൽ ചുറ്റും നോക്കും. നമ്മൾ ആരുടെയും കണ്ണിൽ പെടാതെ ഒരു പ്രത്യേക വഴി കണ്ടെത്തി രക്ഷപ്പെടണം. സോ നമ്മുടെ മുൻപിലുള്ള ഏക വഴി അത് ഈ ഡ്രൈനേജ് വഴിയാണ്. സോ നമുക്ക് ഇതിനുള്ളിലേക്ക് ചാടി ഇതിലൂടെ രക്ഷപ്പെടണം എന്ന് പറയും. പക്ഷെ ബൊറൂട്ടോ അപ്പോഴും അതിന് റെഡി ആവില്ല. അടുത്ത നിമിഷം മൊജീനോ അവനാണെങ്കിൽ ആ ഡ്രൈനേജ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി അങ്ങ് പോവും. അതേസമയം ഇവിടെ സാറടയും കൊനഹമാരു അവർ രണ്ടുപേരും ഒരു വീടിന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. സാറടയ്ക്കാണെങ്കിൽ ബൊറൂട്ടോയെ ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നും. അതേസമയം കൊനഹമാരു അവൻ വീണ്ടും ആ കൊറട്സിക്കയുടെ രൂപത്തിലേക്ക് മാറി, എനിക്ക് ആ ഷോപ്പ് ഓണറിനെ ഒന്നുകൂടെ കാണണം, നീ ഇവിടെ തന്നെ ഉണ്ടാവണം, ശരിങ്ങ് കണ്ണുവെച്ച് ചുറ്റും ശ്രദ്ധിക്കണം, എന്തെങ്കിലും സംഭവിച്ച സിഗ്നൽ തരണമെന്ന് പറഞ്ഞ് കൊനഹമാരു ആണെങ്കിൽ ആ ഷോപ്പ് ഓണറിന്റെ അടുത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ മുജീനോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ആ ഓടയിലൂടെ ഒക്കെ നീന്തി ഒരു കിണച്ചും കരയിലെത്തി അവർ കുളിച്ച് ഫ്രഷ് ആവും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവരുടെ ബോഡിയിലെ ആ സ്മെല്ല് അതിപ്പോ മനുഷ്യർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഡോഗ്സിന് അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. അവറ്റകളിപ്പോ നമ്മുടെ ആശാമാരെ ഓടിക്കുകയാണ്. ഇവിടെ കിരട്സുകയുടെ വേഷത്തിലേക്ക് മാറിയ നമ്മുടെ കൊനഹമാരു അവൻ ആ ഷോപ്പ് ഓണറിന്റെ അടുത്തേക്ക് വന്ന് ആ വില്ലന്മാര് ട്വിൻസ് അവനെ കുറിച്ച് ചോദിക്കും. അതിനാള് പറയും, ആക്ച്വലി അവരുടെ ട്രീറ്റ്മെന്റും ഓപ്പറേഷനൊക്കെ നടത്തിയത് ഞാനാണ്, പക്ഷെ അവർ ക്യാഷ് പോലും തരാതെ ഇവിടുന്ന് കടന്നു കളഞ്ഞു. കൊനഹമാരുമാണെങ്കിൽ ആ വില്ലന്മാരെ കുറിച്ച് കൂടുതൽ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അതേസമയം ആ ഷോപ്പ് കീപ്പറിനാണെങ്കിൽ അത് കിരട്സുകയല്ല, മറിച്ച് ലീഫ് വില്ലേജിലെ ഒരു ഷിനോബിയാണെന്ന് മനസ്സിലാവും. കാരണം ഓൾറെഡി കിരട്സുകയുടെ ബോഡി അതവർ കണ്ടെത്തി കഴിഞ്ഞു. അവൻ ആ കാര്യം ഇപ്പോ കൊനഹമാരുവിനോട് തുറന്നു പറഞ്ഞ് ഒരുപാട് ഗുണ്ടകളുമായി കൊനഹമാരുവിനെ അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം സാരഡ അവളാണെങ്കിൽ ആ ബിൽഡിംഗ് തകർത്ത് കൊനഹമാരുവിനെ അങ്ങനെ സേഫ് ആയിട്ട് മുകളിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കുമ്പോഴായിരിക്കും എയർഷിപ്പ് അതവിടേക്ക് പറന്നു വരിക. അതില് നമ്മുടെ ബൊറൂട്ടോ അത് കൺട്രോൾ ചെയ്യുന്നത് സാക്ഷാൽ മൊജീനോയും. ബൊറൂട്ടോ താഴേക്ക് ഒരു കയറിട്ട് കൊടുക്കും. ഉടനെ നമ്മുടെ ആൾക്കാര് ആ കയറ് പിടിച്ച് ഇപ്പൊ ഷിപ്പിലേക്ക് കയറും. വില്ലേജിലുള്ളവരാണെങ്കിൽ തോറ്റു കൊടുക്കാതെ ഒരുപാട് ഗണ്ണും പീരങ്കിയൊക്കെ സെറ്റ് ചെയ്ത് വിമാനത്തെ അങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രൊപ്പലറൊക്കെ തകർന്ന് ഇപ്പൊ തീ കത്തിപ്പൊടരാൻ തുടങ്ങും. ബൊറൂട്ടോ പറയും, എങ്ങനെയെങ്കിലും ഇതിലെ ഗ്രാമം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, പിന്നൊന്നും പേടിക്കാനില്ല.
അടുത്ത നിമിഷം ആ സ്പേസ് ഷിപ്പ് അത് മുഴുവനായിട്ടും തകരുകയാണ്. നമ്മുടെ ആൾക്കാർ ജസ്റ്റ് മിസ്സിന് ഇപ്പൊ താഴേക്ക് ചാടി ഇറങ്ങും. പക്ഷെ എന്താ, ജനങ്ങളെല്ലാവരും ഇപ്പൊ അവരെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ദൂരത്തായിട്ട് ബ്രൂട്ടോ ആണെങ്കിൽ ആരോ അവനെ വിളിക്കുന്ന ശബ്ദം കേൾക്കും. അവൻ അവിടേക്ക് നോക്കും. അത് മറ്റാരുമല്ല, ബൊറൂട്ടോ മുൻപ് രക്ഷിച്ച ആ ചിന്നപ്പയ്യൻ. അവനിപ്പോ ബൊറൂട്ടോയ്ക്ക് ഒരു സേഫ് പ്ലേസ് കാണിക്കും. ഇവിടേക്ക് വായോ, ഇവിടെ സേഫ് ആയിട്ടിരിക്കാം, നിങ്ങൾ അവര് ഒന്നും ചെയ്യില്ല. ഉടനെ ബൊറൂട്ടോയും ടീമും അവൻ കാണിച്ച ആ ഒരു വഴിയിലേക്ക് വരും. അത് മറ്റൊന്നുമല്ല, വേസ്റ്റ് വെള്ളമൊക്കെ പാസ്സാവുന്ന അണ്ടർഗ്രൗണ്ട് വഴിയുള്ള ഒരു പാസേജ് ആണ്. അവരിപ്പോ അതുവഴി ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ മീറ്റ്സുകയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആ ഒരു പെൺകുട്ടിയും. മീറ്റ്സുക പറയും, ഞാനിപ്പോ ഓക്കെ ആയി, മാത്രമല്ല ഇവൾ ആക്ച്വലി ആ കുഞ്ഞി പയ്യന്റെ അവന്റെ സിസ്റ്റർ ആണ്. അവനാണെങ്കിൽ അവന്റെ സിസ്റ്ററിനെ കാണുമ്പോ ഒരുപാട് സന്തോഷാവും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരെല്ലാവരും ഒരു സീക്രട്ട് പ്ലേസിലേക്ക് വരും. നടന്ന എല്ലാ കാര്യങ്ങളും അവരിപ്പോ പരസ്പരം ഡിസ്കസ് ചെയ്യും. അവർ 4 പേരുണ്ട്. അവരുടെ ചെവിയിൽ ഒരു പ്രത്യേക ഇയറിംഗ്സ് ഉണ്ട്. അവർക്ക് അറ്റ് എ ടൈം ഗേൾസ് ആവാനും ബോയ്സ് ആവാനും കഴിയും. ആ ചിന്നപ്പയ്യൻ പറയും, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഈ ഗ്രാമത്തിന്റെ പല ഭാഗത്ത് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു പൈപ്പ് വഴിയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ആ പൈപ്പ് വഴി വില്ലന്മാരുടെ അടയാളം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ഉടനെ അവന്റെ ഫ്രണ്ട്സിൽ ഏതോ ഒരാള് ആ വില്ലന്മാരെ തിരിച്ചറിയും. അവനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവർ ഏത് വഴിയാണ് പോകുന്നത്, അവരുടെ ഇപ്പോഴത്തെ കോസ്റ്റ്യൂം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് പറഞ്ഞു കൊടുക്കും. കട്ട് ചെയ്ത ഇപ്പൊ കാറയുടെ ടീമിലുള്ള ഒരു വില്ലൻ അവൻ ആ ലാൻഡ് ഓഫ് സൈലൻസിലേക്ക് വന്ന് ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിലുള്ള ഒരുപാട് പേരെ കൊന്നു കളഞ്ഞ് പുറത്തേക്ക് വരും. അതേസമയം ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്തെത്തിക്കും. കൊനവന്മാര് പറയും, നമ്മൾ സ്പ്ലിറ്റ് ആയി പോവുകയാണെങ്കിൽ എത്രയും വേഗം അവരെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ അവർ 2 ടീമായി ഈ 2 ഭാഗത്തേക്ക് പോവും. ബൊറൂട്ടോ, മീറ്റ്സുക, സാറഡ അവരിപ്പോ കാട്ടിലൂടെ ഒന്നിച്ച് മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും ആരൊക്കെയോ അവരുടെ അടുത്തേക്ക് വന്ന് ലൈറ്റ്നിങ് സ്റ്റൈൽ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.